ദൈവത്തിരുസന്നിധി സമ്പാദ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, ഉടമ്പടി അതിന് നിങ്ങളെ എങ്ങനെ സഹായിക്കുന്ന, ഇതുകൂടി അറിഞ്ഞാൽ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ദൈവത്തിരുസന്നിധിയിൽ എങ്ങനെ നിങ്ങൾക്ക് സമ്പന്നനാകാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയാമോ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഈ മക്കൾ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അതിൻ്റെ ഇഫക്റ്റ്, റിസൾട്ട് എന്ന് വെച്ചാൽ മക്കളാണെങ്കിൽ പിന്നെ എന്താണ്? 8:17 ഞാൻ വായിച്ചു, റോമാ 8:17. എന്താണത്? മക്കളാണെങ്കിൽ അവകാശികളുമാണ്. പക്ഷെ എന്തിൻ്റെ അവകാശികളാണ്? 1:10-3:9 അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് വിളിക്കപ്പെട്ടവരാണ്? അനുഗ്രഹം അവകാശമാക്കാൻ. ഇതെങ്ങനെ വരണത്? മക്കളാണെങ്കിൽ അവകാശികളുമാണ്. എന്തിൻ്റെ അവകാശികൾ? ഇപ്പൊ റോമ 8:17 എന്താ പറയണത് എന്ന് പറഞ്ഞ്? മക്കളാണെങ്കിൽ അവകാശികളുമാണ്. അപ്പൊ എന്തിൻ്റെ അവകാശികളാണ്? 1:10-3:9 എന്തിൻ്റെയാണ്? ദൈവാനുഗ്രഹത്തിനായി. വായിച്ചോളൂ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അനുഗ്രഹം എന്ന് പറഞ്ഞ് അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. അപ്പൊ ഈ മക്കളാണെങ്കിൽ അവകാശികൾ എന്ന് പറയുമ്പോൾ 8:17 പറയുമ്പോൾ എന്തിൻ്റെ അവകാശികളാണ്? അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ് അല്ലേ? അപ്പോൾ മക്കൾക്കുള്ളത് അനുഗ്രഹമാണ്, അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. അതിന് ബേസിക്കായിട്ട് വാട്ട് ഈസ് ദ ബ്ലെസ്സിങ്? അനുഗ്രഹം എന്താണ്? ദ ഫിസിക്കൽ ഫേവേഴ്സ്. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. ഇന്ന് കിട്ടുന്ന അനുഗ്രഹം നാളെ നമുക്ക് ചേരത്തില്ല. അതാണ് അനുഗ്രഹത്തിൻ്റെ കുഴപ്പം. പിടിയോ? ഇന്ന് കിട്ടുന്ന അനുഗ്രഹം നാളെ ചേരത്തില്ല. എന്താ കാര്യം? കാലം മുന്നോട്ട് പോകുന്ന അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. കാലത്തിനൊപ്പമാണ് നമ്മൾ പോണത്. കാലത്തിനൊപ്പം പോകുന്ന അനുസരിച്ച് കൊണ്ട് ആവശ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് എന്താ പറയുന്നത്? പല കാര്യങ്ങളും ആനുകൂല്യങ്ങളും നമ്മളെ കഷ്ടപ്പെട്ട് നേടിയത് പല സമയത്ത് നമുക്ക് ഉപകരിക്കാതെ വരും. പണ്ട് കെട്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ ഈ പെൻഡ്രൈവ് മാത്രം നോക്കിയാൽ മതിയല്ലേ അല്ലേ? പെൻഡ്രൈവ് വന്നപ്പോൾ 300 പാട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കുകയാണ്. പണ്ടത്തെ CD ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ CD ഇപ്പോൾ ആവശ്യമില്ല. കാരണം CD 12 പാട്ടൊക്കെ മാക്സിമം കൊള്ളതുമായിരുന്നു. പിന്നെ DVD ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞ് പോവുകയാണ്. അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇതാണ്. ഒരു ടൈമേ ഉള്ളത്, നാളെ യോജിക്കത്തില്ല. ദാറ്റ് മീൻസ് വി ആർ ഇൻവെസ്റ്റിംഗ് ദ ഹോൾ എനർജി. നോ, അതാണ് വിഷയം. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് നമ്മൾ അത് നേടിയെടുത്തത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത് അപ്രസക്തമായി പോവുകയും ചെയ്യും. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് നമ്മൾ നേടിയെടുത്തത്. പക്ഷെ നോക്കി നിൽക്കുമ്പോൾ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല അനുഗ്രഹങ്ങളും അപ്രസക്തമായി പോകും. അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം, അല്ലെങ്കിൽ ശരി പറ്റത്തില്ല. എന്താ കാര്യം? നമ്മൾ ഈ വെള്ളമായി ഉണ്ടാക്കിയ പല സാധനങ്ങളും നേടിയ പല സംഭവങ്ങളും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ അർത്ഥമില്ലാത്തതായി, ഉപയോഗമില്ലാത്തതായി മാറുന്ന ഒരു ദുരന്ത കാഴ്ച എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ കാര്യം അതാണ്. ഈ ജീവിതകാലം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ പുറകെ തന്നെ നടന്ന് എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ അവസാനം നേടിയതെല്ലാം പിന്നെ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരുടേതാകുമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശു സ്തോത്രം. നേടിയതെല്ലാം ആരുടേതാകും? ശ്രുതികട്ടെ ഹല്ലേലൂയ. ശ്രുതികട്ടെ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം തിരുവചനം. ലൂക്ക 12:20 വായിച്ചോളൂ.
എന്നാൽ ദൈവം അവനോട് പറഞ്ഞു എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ബ്ലെസ്സിങ്സിന്റെ അവസാനം കണ്ട, നമ്മൾ പറയുന്ന ബ്ലെസ്സിങ്സിന്റെ അവസ്ഥ കണ്ട. മക്കളാണെങ്കിൽ അവകാശികളുമാണ്. ഇപ്പം 8:17 മക്കളാണെങ്കിൽ അവകാശികളുമാണ്. എന്തിന് അവകാശികൾ? 1 Petrus 3:9 എന്താണ്? അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. അനുഗ്രഹത്തിൻ്റെ അവകാശികളുടെ അവസ്ഥ എന്താണ്? ഒറ്റ രാത്രി കൊണ്ട് നീ ഒരുക്കി വച്ചിരിക്കണൊക്കെ ആരുടേതാകുമോ? നിങ്ങളെ എന്ത് തലകുത്തി പറഞ്ഞാലും ഇത് അന്യാധീനപ്പെടാൻ പോവുകയാണ്. എന്താ പ്രശ്നം വെച്ചാൽ, നമ്മളെ എന്ത് തലകുത്തി പറഞ്ഞാലും ചക്രശ്വാസം വരച്ചുണ്ടാക്കിയാലും ഈ സംഭവം നേടിയ സാധനം ആരുടേതാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ആകുമെന്നർത്ഥം. ആരുടേതാകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം അവകാശമാക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അനുഗ്രഹത്തേക്കാൾ പ്രാധാന്യം ദൈവത്തിന് കൊടുക്കണം, വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുക്കണം. വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുത്താണ് മറിയത്തിൻ്റെ വിജയം എന്ന് പറയണത്. മറിയത്തിൻ്റെ വിജയം. നമ്മൾ അവസാനത്തേക്ക് പ്രവേശിക്കുകയാണ്. വിജയത്തെ അതായത് വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുക്കും. അമ്മയുടെ ഒരു നിലപാടതാണ്. അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞേ. മാലാഖ മംഗളവാർത്ത സമയത്ത് ഒത്തിരി കാര്യം പറഞ്ഞില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും, ദാവീദിന്റെ സിംഹാസനം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ലൂക്ക 1:32-33. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ലൂക്ക 1:32-33 വായിക്കട്ടെ. ശ്രുതികട്ടെ. ശ്രുതികട്ടെ. ലൂക്ക 1:32-33. അവൻ വലിയവനായിരിക്കും. ഒന്ന് പറഞ്ഞ അവൻ വലിയവനായിരിക്കും. പറഞ്ഞേ, അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇതാണ് വചനം അല്ലേ? ഇതാണ് മറിയത്തിന് കൊടുത്ത വചനം. ഈ വചനത്തിൽ പക്ഷെ മറിയത്തിന് സംഭവിക്കണത് എന്താണ്? അവൻ വലിയവനായിരിക്കും, യാക്കോബിനെ കൊത്ത വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനമൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ വചനം മാംസമാകുമ്പോഴേ പ്രഥമ ദൃഷ്ടിയ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്? യാക്കോബും ഇല്ല, ദാവീദും ഇല്ല, ആരുമില്ല. പിന്നെന്ത് പറ്റണത്? പ്രസവിക്കാൻ ഇടവുമില്ല, വീടുമില്ല, ഒന്നുമില്ല. പിന്നെന്താണ്? ഒരു ഇറയം പോലും ഇല്ല. ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരാൻ കണ്ടില്ലേ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, അനുഗ്രഹം തരുമ്പോൾ സ്റ്റാറ്റസ് ഉയർത്തിക്കൊണ്ട് തരും, കൃപ തരുമ്പോൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യും. ഇതിൻ്റെ ഈ രണ്ട് വ്യത്യാസമുണ്ട്. നിൻ്റെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യുന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നീ കർത്താവിൻ്റെ അക്കൗണ്ട് കയറ്റിയിട്ടേക്കണം. അത് നിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുവെക്കുമ്പോൾ നിനക്ക് തലവേദന, നെഞ്ചരിച്ച് ചിലപ്പോൾ അറ്റാക്ക് വരെ ഉണ്ടാവും. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലമാണിത്. അതായത് നിനക്ക് സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യുന്നു വിചാരിച്ചോ? ഇപ്പോൾ ചില ആളൊരു വണ്ടി ജപ്തി പേപ്പർ കൊണ്ടുവന്ന് വാതിൽ ഒട്ടിച്ച് വെക്കത്തില്ലേ? അപ്പോൾ അവരുടെ തഹസിൽദാറിൻ്റെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൻ്റെ ബാങ്ക് മാനേജറിൻ്റെ വണ്ടി കിടക്കുമ്പോൾ ആൾക്കാർ അവർ പകൽ വന്നിട്ട് എന്താ വണ്ടി വന്നത് നമ്മൾ മിണ്ടത്തില്ല. ഇത് അയാളിപ്പോൾ ജെട്ടി നോട്ടീസ് ഒട്ടിക്കാൻ വന്നാണേ. പക്ഷെ അതേസമയം തന്നെ ആൾക്കാർ കണ്ടുപിടിക്കും എന്താ സംഭവം, ജപ്തിയായല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലയും പിടിച്ച് നമുക്ക് നിലവിളിയില്ല, അവർക്ക് നിലവിളി ഉണ്ടാവും. ചുമ്മാ കള്ളത്തെ നമുക്കറിയാം. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് റിമൂവറായി. ജപ്തി മുദ്ര വെച്ച കുടുംബം എന്ന സ്റ്റാറ്റസ് റിമൂവർ. ഇതുപോലെയുള്ള ഡീപ് പ്രൊമോഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കച്ചവടം ചെയ്യുന്നതിലാണ് ഇതിൻ്റെ വിജയം. ഇത് ഏത് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു,
നമ്മുടെ അക്കൗണ്ടൊക്കെ മാറ്റിയാൽ നമ്മൾ മിക്ക അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ചെവിട് പറമ്പ് പോലും വിൽക്കേണ്ടി വന്നിട്ടില്ല. നിൻ്റെ കാലമായപ്പോൾ അപ്പം അപ്പൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട് ഇറയത്ത്. അപ്പൻ്റെ അമ്മയ്ക്ക് നിൻ്റെ ഭാര്യയ്ക്കിട്ടൊരു ഒരു ഒരു കുത്തു കൊടുക്കണമെന്നുണ്ടാവും. അതിന് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പൻ്റെ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്, ഇവിടെ ഒരുത്തനം ഉണ്ടായിരുന്നല്ല, ഒരു തെങ്ങിൻ ചൂട് പോലും കന്യാദിനെപ്പോഴാണ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിന്നെ ഉദ്ദേശിക്കുകയല്ല, അവരുദ്ദേശിക്കണ വേറെയാണ് സംഭവം. അപ്പം ഈ ബാലിയെ കൊല്ലണ പോലുള്ള പരിപാടിയാണ് അവരുദ്ദേശിക്കുന്നത്. അത് കൊള്ളേണ്ട പാട്ടി കൊള്ളും. അപ്പം നിങ്ങൾ ഇപ്പം കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചും ജപ്തിയായി, നാട്ടുകാരറിഞ്ഞ് വീട് ജപ്തിയായി, സ്റ്റാറ്റസ് ഡീപ്രമോഷനായി. അപ്പോൾ എൻ്റെ വീട് ജപ്തിയായല്ല കർത്താവേ എന്ന് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ നിനക്ക് അറ്റാക്ക് വരും. അതാ പ്രശ്നം. നീ എന്ത് ചെയ്യാമെന്നറിയാവോ? നീ അത് അക്കൗണ്ട് മാറ്റിക്കളയണം. എന്താ കാര്യം? ഈ മറിയത്തിൻ്റെ സംഭവം എന്താ? അമ്മ എന്താ ചെയ്യണത്? യാക്കോബിൻ്റെ ഗോത്രത്തിലാവും വലിക്ക് എന്നേക്കും വലിയവനാകുമെന്ന് പറഞ്ഞില്ലേ? ദാവീദിൻ്റെ സിംഹാസനം പോയിട്ട് കച്ചിത്തുരുത്തി കിടക്കണ ഈ സംഭവം. അപ്പം ഇത് നമുക്ക് കേൾക്കണ വചനവും അനുഭവവും തമ്മിൽ കോൺട്രഡിക്ഷനുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുക, വിശ്വാസത്തിലെ ബേസിക്കായിട്ട് വിശ്വാസം പ്രയോഗത്തിൽ വരുമ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷനുണ്ട്. നീ സത്യസന്ധമായ വിശ്വാസമാണ് നീ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, കർത്താവിലാണ് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യു മസ്റ്റ് ഫേസ് ബൈ നോ മീൻസ് ദ കോൺട്രഡിക്ഷൻ. എന്താണ്? നിനക്ക് അവൻ തർക്കത്തിൻ്റെ ശമയോനെ കണ്ടില്ലേ? ശമയോൻ ഇവൻ എടുക്കുമ്പോൾ എന്താ പറയണത് മറിയത്തോട്? അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞെന്ന്. അനുഗ്രഹിച്ചുകൊണ്ട് പോകുന്ന അനുഗ്രഹത്തിൻ്റെ വർത്തമാനമല്ലേ പറയേണ്ടത്, പക്ഷേ ശാപത്തിൻ്റെ വർത്തമാനം പറഞ്ഞത് ശരിയാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ലൂക്ക 2:34. ലൂക്ക 2:34 പറഞ്ഞോളൂ. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. സൂപ്പർ. പറഞ്ഞോളൂ. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ്, വാല് ചങ്കിൽ കത്തി ഇറങ്ങുമെന്ന്. ക്ലിയർ അല്ലേ? അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ചങ്ക് തിരക്ക് ഒരു കത്തി വരുന്നുണ്ട്. അതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. അതാണ് ഉള്ളിലിരിപ്പെന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളിലിരിപ്പ് സൂക്ഷിക്കണം. ഇവനെ തൊട്ടാൽ സത്യദൈവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം ഇതാണ്. എൻ്റെ ഒരു ഫ്രോഡ് പരിപാടിയൊന്നും നടക്കത്തില്ല, സോപ്പിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റത്തില്ല, ഇരുട്ടുമുറിയിലെ കർത്തപൂച്ചയെ പിടിക്കാൻ പറ്റത്തില്ല, ഒരു പണിയും നടക്കത്തില്ല. നേരെ സത്യദൈവം, അതാണ് വിഷയം. നീ ക്രിസ്തുവിനെ നിനക്ക് വേണം, യു മസ്റ്റ് പേ. നീ അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കേണ്ടി വരും. വൈ? നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 കൊരിന്ത്യർ 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാ മനസ്സിലായില്ലേ? ഇതൊരു ഭയങ്കരമായൊരു വചനമാണ്. അതായത് ഈ ആള് തുണിയില്ലാണ്ട് ഈ ഒരു കുറവറച്ചിയായിട്ട് തൂങ്ങിക്കിടക്കണില്ലേ, അങ്ങനെ നമുക്ക് വേണ്ടി വില കൊടുത്ത ആളാണ്. അപ്പൻ അത് കാരണം അങ്ങയുടെ വില തിരിച്ചു കൊടുക്കാതെ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. പിടികിട്ടിയാ? ഈ വില നമ്മൾ തിരിച്ചു കൊടുക്കണം. അതാണ് വിഷയം വരണത്. അതുകൊണ്ട് എന്താ സംഭവിക്കണത്? നമ്മൾക്ക് ഒരു വചനം നിവൃത്തിയാക്കാൻ വരുമ്പോൾ തന്നെ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ വരും. എന്താ കാര്യം? ഒരു വചനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല.
അപ്പോൾ പറയും എൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും. ഈസി അല്ല പേയ്മെൻറ്റ് വെക്കാൻ, കാര്യം നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 അപ്പോൾ ആ വചനം വരുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃപയായി കൺവേർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മളോട് പറയും പേയ്മെൻറ്റ് വെക്കാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം, എന്താ പേയ്മെൻറ്റ്? അതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയണത് നമ്മളുടെ വിശ്വാസവും വചനവും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും തമ്മിൽ ചില സമയത്ത് ടാലി ആകത്തില്ല. മനസ്സിലായോ? ഇത് എൻ്റെ മക്കൾ നിങ്ങൾ സത്യദൈവത്തെയാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഹിയർ ഇറ്റ്. നിങ്ങളത് കേൾക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കേൾക്കുന്ന വചനത്തിന് ഘടകവിരുദ്ധമായ അനുഭവമാണ് ഫസ്റ്റ് ടൈമിൽ നമുക്ക് കിട്ടണത്. ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? അവൻ യാക്കോബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം നൽകുമെന്ന് പറഞ്ഞെങ്കിലും അവൻ അനുഭവിക്കുന്നത് എന്താണ്? ഒരു വീട് പെറ്റ് കിടക്കാൻ വേണ്ടി ഒരു ഇറയം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പം ഇങ്ങനെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തി പ്രാകൃതരായ കുറേ മനുഷ്യർ എന്നെ കാണാൻ ഇടിച്ചതല്ലേ. അവരിപ്പോഴാന്നിങ്ങനെ ഇരുട്ടത്ത് സ്വരം കേൾക്കുമ്പോൾ മറിയം ഇങ്ങനെ വെട്ടിച്ച് നോക്കുന്നുണ്ട്, ആരാണ് ഈ രാത്രി അവൻ. അപ്പോൾ കുറേ പ്രാകൃതം പിടിച്ച മനുഷ്യർ ഇടയന്മാരാ ഇരുട്ടത്ത് നിൽക്കുകയാണ്. അവന്മാരെന്തൊക്കെ തമ്മിൽ പറഞ്ഞ് പറയാനുണ്ട്. അപ്പോൾ അവർ പറയണത് നമ്മളോട് പറഞ്ഞത് തന്നെയാണ്. ഈ കുഞ്ഞിനെ കാണുമ്പോൾ തോന്നണത് അത് പിള്ളക്കച്ച് പൊതിഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോഴും അവർ കണ്ടിട്ട് അവർ പോകും. പക്ഷെ മറിയത്തിന് അതൊരു സൂചനയാണ്. എന്താണ്? മറിയം ആ വിഷയത്തെ എടുക്കണത് എങ്ങനെയാണ്? പെറ്റതറിയാൻ വേണ്ടി ആദ്യം വരുന്നതാണ്. സ്വന്തം ബന്ധുക്കളൊന്നും അല്ലേ വന്നിരിക്കണതേ, നാട്ടുകാർ പോലും അല്ലേ, ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മറിയത്തിൻ്റെ അനുഭവങ്ങൾ. മറിയത്തിൻ്റെ ഈ അനുഭവത്തെ അമ്മ എന്ത് ചെയ്യണതാണ്? അമ്മ ഇതിൻ്റെ തർക്ക വിഷയമാക്കുന്നില്ല. മറിയത്തിന് വേണമെങ്കിൽ തർക്കിക്കുക, അവിടെ വകുപ്പുണ്ട്. എന്താ കാര്യം? അപ്പം പറഞ്ഞിട്ടാണ് ഗർഭിണിയായിരിക്കുന്നത്. അപ്പം പറഞ്ഞിട്ടാണ് ഈ പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായിരിക്കണത്. അതിൻ്റെ പേരിൽ കുറേ കേട്ടതാണ്. പക്ഷെ അതേസമയം തന്നെ അങ്ങനെ വരുമ്പോൾ ആ അപ്പം തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വചനം പാലിക്കുമ്പോൾ ദൈവം ഒരു ഇൻസെൻറ്റീവ് നമുക്ക് തരണ്ടേ? അതൊരു മാന്യതയുടെ ഭാഗമല്ലേ ദൈവത്തിൻ്റെ വചനം. ഇപ്പം എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടാൽ ഞാൻ നിങ്ങളൊന്ന് സന്ധിക്കണമല്ലോ. പക്ഷെ ആ സന്ധിപ്പും ചില സമയത്ത് ദൈവം തരത്തില്ല. ദൈവം തരത്തില്ല എന്ന് വെച്ചാൽ തരത്തേയില്ല എന്നല്ല. മറിയത്തെപ്പോലെ വചനം വായിക്കണം. മറിയത്തോട് എന്താ പറഞ്ഞിരിക്കണത്? ഇപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താണ്? കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. എന്ന് വെച്ചാൽ കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങളല്ലല്ലോ നടന്നത്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനം നൽകുമെന്ന് പറഞ്ഞിട്ടും കിട്ടിയിരിക്കുന്നത് കാലിത്തൊഴുത്താണല്ലോ. പക്ഷേ ഇതുകൊണ്ട് ഈ നേരം വെളുക്കണില്ലെന്ന് മറിയത്തിനറിയാം. കാര്യം എന്താണ്? അവസാനൊരു വാക്കുണ്ട്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല. അതായത് ദൈവ പൈതലെ ഒരു പ്രഥമ ദൃഷ്ടിയ ഫസ്റ്റ് ചാൻസിലെ നിൻ്റെ നീ വിചാരിക്കണ വചനമോ നീ ഇതിൻ്റെ പ്രാർത്ഥനയ്ക്കോ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുകയില്ലെന്ന് നീ ധരിക്കരുത്. മനസ്സിലായ? അതിനാണ് കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യാശയാണുള്ളത്. 1:45. അതായത് ഒരു സമയത്ത് ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളുടെ സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഉടമ്പടി എടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ സംഭവിക്കും. ഈ മൊഡ്യൂൾസ് എല്ലാം ഇപ്പം തന്നെ ക്ലിയർ ചെയ്യുമെന്ന്. പക്ഷേ ഇപ്പം ക്ലിയർ ചെയ്യത്തില്ല. ചിറക്കിപ്പോൾ ക്ലിയർ ചെയ്യത്തില്ല. ഈ ആഴ്ച തന്നെ വസ്തു വിറ്റ് പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഈ ആഴ്ച വസ്തു വിറ്റ് പോകണം. ചില സമയത്ത് ചിലർക്ക് ആ ആഴ്ച വിറ്റ് പോകത്തില്ല. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അപ്പം തന്നെ നീ കൊടുക്കണം. എന്താ കാര്യം? ഈ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ നിൽക്കണമുണ്ട്. അവൻ തർക്കത്തിൻ്റെ
അടയാളമായിരിക്കും. തർക്കത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കുന്ന വചനവും അനുഭവിക്കുന്ന ജീവിതാനുഭവവും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകും ചില സമയത്ത്. വിശ്വാസി, ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് കേൾക്കുന്ന വചനം, ഇപ്പം നീ ഭർത്താവിൻ്റെ കുടി മാറാൻ വേണ്ടി ഉടമ്പടി എടുത്തു, അവർ കുഴപ്പമില്ല അയാളെ കുടി മാറാൻ വേണ്ടി. അപ്പം നമുക്കറിയാം കുടി മാറിയ ഭർത്താവ് സമാധാനമുള്ള ക്രിസ്മസ് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോഴാണ് അറിയണത് അയാളുടെ വാട്സപ്പിൽ വേറെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടാകും. മാതാവേ, പണ്ട് കുടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ വേറെ പരിപാടിയും ഉണ്ടായി. അതോടുകൂടി നീ ബോധം കെട്ട് വീഴും. ഇനി ഉടമ്പടിയും വേണ്ട, ഒരു വണ്ണാങ്കട്ടയും വേണ്ട, വെറുതെ മനുഷ്യൻ്റെ വരെ കള്ള കാശും പോയി ആലപ്പുഴ പോയി എന്ന്. അത് തന്നെ സാധനം, അതാണ് പേയ്മെൻ്റ് എന്ന് പറയണത്. ഇത് മിക്കവാറും ഒരു 60% ആൾക്കാർ ഇതിൻ്റെ അകത്ത് വീഴണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നിൻ്റെ വിഷയം കർക്കശമാക്കുമ്പോൾ ഓർക്കുക, നിന്നെ ദൈവത്തിന് വിശ്വാസമില്ലെന്ന്. നീ എന്തോ ഒരു ആചാരം പോലെ അനുഷ്ഠാനം പോലെ അക്കാനും വേണ്ടി ഒക്കാനിച്ചിട്ട് ആലപ്പുഴയിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കിതിലൊന്നും അറിയത്തില്ല. എന്തൊക്കെ കാണിച്ച് കൂട്ടിച്ച് പോയിട്ട് ഇപ്പം തന്നെ ഈ മരം കുലുക്കി അനുഗ്രഹം വിടാമെന്നും പറഞ്ഞ് പോയിരിക്കുക. നടക്കത്തില്ല. യു മസ്റ്റ് പേ ഇറ്റ്. നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അയാളുമായിട്ടുള്ള എഗ്രിമെൻ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കോൺട്രാക്ട് ബേസ് എന്താണ് നോക്കിയിട്ട് യു മസ്റ്റ് പേ. എന്താണ് നിൻ്റെ വചനം അമ്മയ്ക്ക് സംഭവിച്ച പോലെ പ്രഥമ ദൃഷ്ടിയാലും ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനാകും, പക്ഷേ എന്ന് പറഞ്ഞാലും ആ വലിയവൻ ചിലപ്പോൾ തൽക്കാലമാകത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ അപ്പോൾ വെയിറ്റ് ചെയ്യണം. നമ്മളിതിൻ്റെ ഇടയ്ക്ക് ബ്രാൻഡഡ് ആകരുത്. ബ്രാൻഡഡ് അത് ഞാൻ വെച്ചാൽ നിങ്ങളെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവങ്ങളുണ്ടായതിൻ്റെ പേരിൽ എന്നാൽ പിന്നെ പ്രാർത്ഥന കുറച്ചേക്കാം, എന്നാൽ പിന്നെ പ്രവർത്തനം കുറച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി ടേംസ് ആൻഡ് കണ്ടീഷന് പിന്നിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാൻ കുറച്ച് പാടുപെടും. എന്താ കാര്യം, ദൈവം നിങ്ങളെ അവിശ്വസ്തത ഗണത്തിൽ പെടുത്തിപ്പോയി, ലിസ്റ്റായിപ്പോയി. അതാണ് പ്രശ്നം. നിങ്ങളെ അവിശ്വസ്തരുടെ ഗണത്തിലേക്കാരും വിശ്വാസം കൊണ്ടിത് വർക്ക് ചെയ്തില്ല, വിശ്വസ്തത കൊണ്ടല്ലേ വർക്ക് ചെയ്യണത്. അപ്പോൾ ആദ്യമേ ഇങ്ങനെ കഴിച്ച അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ ഈ സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ, തർക്കത്തിൻ്റെ അടയാളം എന്നുള്ള സംഭവം മറക്കരുത്. ക്രിസ്തുവിനെ ആർജിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. കാരണം ക്രിസ്തു പേയ്മെൻറ്റ് വെച്ചതാണ്. അതാണ് പ്രശ്നം, വില കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വില ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് വില അങ്ങ് കൊടുക്കണം. എന്താണ്? വിശ്വാസത്തിൻ്റെ വില, പ്രത്യാശയുടെ വില, ദൈവസ്നേഹത്തിൻ്റെ വില. അപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കും. എൻ്റെ കർത്താവ് അവൻ്റെ ടൈം ആകുമ്പോൾ അവൻ എന്നെ ഏറ്റെടുത്തോളൂ എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം, ഈ മക്കൾ എന്ന പദവി എനി ഫുൾ കൺ ഗെറ്റ്. നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് മക്കളാകാൻ പറ്റും, അവകാശികളും ആകാൻ പറ്റും. പക്ഷേ അനുഗ്രഹത്തിൻ്റെ അവകാശം എന്താണെന്ന് അറിയാം. നിങ്ങൾക്കറിയാമല്ലോ, അനുഗ്രഹം കുറച്ച് ചെയ്യുമ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിപ്പോവും, ആരുടെയെങ്കിലും ആയിപ്പോവും. നിങ്ങൾ പണ്ട് നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് 2018 ഞാനിപ്പോൾ കല്യാണം കഴിച്ചില്ലേ, ഇപ്പോൾ ചത്തുപോയോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരെ കല്യാണം കഴിച്ചിട്ടില്ലേ? കല്യാണം കഴിച്ചിട്ട് അവർ രാജ്യം വിട്ട് അമേരിക്കയിലും കാനഡയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം അവരെ വിളിച്ച് ചോദിക്കാവാ. അപ്പം പറയും, അത് ഞാനന്ന് പണ്ട് 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ് അങ്ങനെ കല്യാണം നടന്നത്. ഞാൻ പിന്നെ കല്യാണം സുഖമായിട്ട് ജീവിക്കണ്ട ഇപ്പം എന്ന് ചോദിക്കുമ്പോൾ അതാണ് പ്രശ്നം. അപ്പം ഇപ്പം സുഖമായിട്ടാണ് ജീവിപ്പുണ്ട്. അപ്പോഴെന്താണ് ഒരു കാണ്ടാമൃഗത്തിനെ കെട്ടി ആഘോഷമായിട്ട് അനുഭവിക്കണവരെ. അപ്പോഴിതന്നെ പ്രോബ്ലം. ഇന്ന് കിട്ടുന്ന അനുഭവം നാളെ അത് നിലനിൽക്കണമെന്നില്ല. പക്ഷെ ക്രിസ്തു എന്ന് നിലനിൽക്കുന്നു. നിങ്ങളതാണ് ടേക്ക് ചെയ്യണത്. ഈ ഭർത്താവും ഭാര്യയും അനുകൂല്യവും അനുഭവമൊക്കെ ഇങ്ങനെ മാറിപ്പോവും. പക്ഷെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 12:34 ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. വചനത്തിൽ പറയുന്നത് എന്താണ്? ഇപ്പം ഭർത്താവായാലും ഭാര്യയായാലും എന്നേക്കും നിലനിൽക്കത്തില്ല, മക്കളും എന്നേക്കും നിലനിൽക്കത്തില്ല, അവിടെ സ്വഭാവം എന്നേക്കും നിലനിൽക്കത്തില്ല. അമ്മ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാത്രി ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞുകൊണ്ട് പോയവൻ ഇപ്പം ഗുഡ് നൈറ്റ് പറയണില്ലല്ല. ആ ഗുഡ് നൈറ്റ് പറഞ്ഞാൽ വേറെ ആൾക്കാരോടാണ്. അതാണ് പ്രശ്നം. പിടിയിട്ടില്ലേ? സമയം പിടി കിട്ടിയ മമ്മി ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞാലല്ല ഇവിടുന്ന് പോയത്.
ഒരു ദിവസമൊക്കെ ഇങ്ങോട്ട് മമ്മിയുടെ 2 ആഴ്ചയൊക്കെ വിളിച്ച് പറയാമായിരുന്നു, മമ്മി സുഖമാണ്, ഉറങ്ങിയ മുണിച്ചാന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അവസാനം കിസ് മമ്മി ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇപ്പം അവൻ നമുക്ക് ഗുഡ് നൈറ്റ് പറയണില്ല, അവൻ കിസ് ഗുഡ് നൈറ്റ് കൊടുക്കണം വേറെ അക്കൗണ്ടിലാണ്. അതാണ് പ്രശ്നം. എന്നേക്ക് നിലനിൽക്കത്തില്ല. നിങ്ങൾ തലമറന്ന് എണ്ണ തയ്ക്കരുത്, മക്കളെ കാണുമ്പോൾ ദൈവത്തെ മറക്കരുത്. അതാണ് ക്രിസ്തു. അത് 12:34 ക്രിസ്തു എന്നേക്ക് നിലനിൽക്കുന്നു. ദാറ്റ് മീൻസിൻ്റെ അർത്ഥം തന്നെ ഷാഡോ വേഡ്. വാട്ട് ഈസ് ഷാഡോ വേഡ്? ബാക്കി ഒരു സംഭവവും ആരാണെന്ന് പറഞ്ഞാലും എന്നേക്ക് നിലനിൽക്കത്തില്ല, ഇൻക്ലൂഡിങ് യുവർ വൈഫ്, യുവർ സൺ, യുവർ ഡോട്ടർ, യുവർ ഹസ്ബൻഡ്, എനിബഡി എന്നേക്ക് നിലനിൽക്കുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ആരിലാണ് ആശ്രയം വെക്കേണ്ടത്? ക്രിസ്തുവിലെ. അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയം വെക്കുന്നവരെന്ത് ചെയ്യും? എന്തെങ്കിലും കാര്യത്തിൽ ഒരു ചെറിയ വിരോധാഭാസം കണ്ടാൽ, ഒരു തർക്കമായിട്ട് കണ്ടാൽ, അനുഭവം കേൾക്കുന്ന വചനവും അനുഭവിക്കുന്ന വിഷയവും തമ്മിൽ വാളും പരിചയമായിട്ട് ഓങ്ങി നിന്ന് നമുക്കത് മനസ്സിലാകാത്ത അവസ്ഥ വന്നാൽ വചനത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളയും. ആര്? മറിയം. പിടിയിടുക. ഇവിടെയാണ് പ്രശ്നം. ഇതാണ് മറിയത്തിൻ്റെ ക്രിസ്മസ് എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിൻ്റെ ഒപ്പം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിറവേറണില്ല എന്ന് പറയുമ്പോഴും അതിന് ഘടകവിരുദ്ധമായി സംഭവിച്ച് തർക്കത്തിൻ്റെ അടയാളമായ അവനെ ഗർഭം ധരിച്ച് അവനെ പ്രസവിച്ച് ഒരമ്മയായി മാറുമ്പോഴും അവിടെ മുമ്പിലുള്ള സംഭവം എന്താണ്? നിന്നോട് പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും, ഉടമ്പടി നീ വച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും നടക്കും. അല്പം പോലും നടക്കാതിരിക്കത്തില്ല. പക്ഷെ പേയ്മെൻ്റ് കാലം ശ്രദ്ധിക്കണം. വില കൊടുക്കുന്ന സമയമില്ലേ? വിശ്വാസത്തിന് വില കൊടുക്കണം, പ്രത്യാശയുടെ വില കൊടുക്കണം, പിന്നെ ദൈവസ്നേഹത്തിൻ്റെ വില കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഹൃദയത്തെ സംഗ്രഹിക്കുമ്പോൾ അമ്മ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണ്? മക്കളുടെ റാങ്കിൽ നിന്ന് മാറിയിട്ട് ദാസിയായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാങ്കാണ്. അതിൻ്റെ അപ്പുറത്തൊരു റാങ്കുണ്ട്, ദാസി, സെർവൻറ്റ്. അമ്മയും ഈശോയും ഒക്കെ എക്കാലങ്ങളിൽ നടന്നിട്ടുള്ളത് ഈ റാങ്കിലാണ് അവർ നിൽക്കുന്നത്, സെർവൻറ്റ് റാങ്കിലാണ്. ഇവരെങ്ങനെയാണ് സെർവൻ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൃദയത്തെ സംഗ്രഹിക്കുന്നതിന്, അതായത് നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന അതേ നിറത്തിലും ഗുണത്തിലും വണ്ണത്തിലും ലഭിച്ചില്ലെങ്കിൽ, ചിലപ്പോൾ അക്കാര്യം അതേപടി നടന്നില്ലെങ്കിലും നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പത്തെക്കാൾ ദൈവത്തിൽ കൃപയിൽ വിശ്വാസത്തിൻ്റെ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മൾ സെർവൻ്റായി മാറുകയാണ്. പിടികിട്ടിയ എപ്പോഴാണ് സെർവൻ്റ് ആകണമെന്ന് മനസ്സിലായില്ലേ? ഇപ്പം സെർവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗുണത്തിലും നിറത്തിലും വണ്ണത്തിലും എണ്ണത്തിലും നടക്കാതിരിക്കുകയും അതിന് ഘടകവിരുദ്ധമായ സംഭവങ്ങൾ നടക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തെ വിശ്വസിച്ചും സ്നേഹിച്ചും അതിൽ തന്നെ പ്രത്യാശിച്ചും പോകുമ്പോൾ നമ്മൾ കൈവരിക്കുന്നൊരു നിലപാടിൻ്റെ പേരാണ് സമർപ്പണം. ഈ സമർപ്പണമാണ് സെർവൻ്റ് ആക്കണത്. പിടിയ. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ സമർപ്പണമാണ് നമ്മളെ സ്വത്തുകാരാക്കി മാറ്റണത്. ദൈവത്തിന് സന്നിധി സമ്പന്നരാകാമെന്ന് പറഞ്ഞില്ലേ, അത് ഈ സമർപ്പണത്തിലൂടെയാണ്. എൻ്റെ ദൈവപദലേ, നീ ഇത്രയും നാൾ 10, 20 തൊട്ട് 60, 70 വയസ്സ് വരെ ദൈവത്തിനെ കൂടെ നടന്നില്ലേ? നിനക്ക് വല്ല സമ്പത്തും ഉണ്ടാ? ദൈവത്തിൻ്റെ തിരുസന്നിധി എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ അത് നിൻ്റെ നടക്കാത്ത പ്രാർത്ഥനകളുടെ ഉത്തരം മാത്രമായിരിക്കും. നമ്മുടെ സമ്പത്തെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇന്ന് വരെ ന്യായമായിട്ട് ദൈവം നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാത്തപ്പോഴും ദൈവത്തുള്ള വിശ്വാസം അതേപടി നിലനിർത്തിക്കൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ പൊരിഞ്ഞ് അവന് വേണ്ടി സുവിശേഷത്തിന് സാക്ഷ്യമാകുമ്പോൾ
യു വിൽ ബി എ സെർവൻറ്റ്. അതാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പോൾ അനുഗ്രഹമല്ല, പ്രസാദമാണ് കിട്ടുന്നത്. കൃപയുടെ വഴി അതാണ്. കൃപയുടെ വഴി അതാണ്. കൃപ പലപ്പോഴും നമുക്ക് ലഭിക്കണത് നമ്മൾ പ്രതീക്ഷിച്ച അതേ അനുഗ്രഹം അതേ എണ്ണത്തിലും കിട്ടാതെ ഗുണത്തിലും കിട്ടാതിരിക്കുകയും എന്നിട്ടും നമ്മൾ ദൈവത്തിന് മുമ്പത്തേക്കാൾ സ്നേഹത്തോടെയും ദൈവത്തിൽ വിശ്വസിച്ച് സ്നേഹിച്ചും ഒന്നും സംഭവിക്കാത്ത പോലെ സന്തോഷമായിട്ടും സുവിശേഷ വേല ചെയ്യുമ്പോൾ യു ആർ എ സെർവൻ്റ് എങ്കിൽ എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വചനം കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ആരോട് ചോദിക്കണത്? മൂത്ത മകനോട് ചോദിക്കണതാണ്. എന്താ പ്രശ്നം? അവൻ ചോദിച്ചൊരു ആടിനെ കൂട്ടുകാരുമായിട്ട് ഉല്ലസിക്കാൻ വേണ്ടി, അത് കൊടുത്തില്ല. പക്ഷേ ഇളയ മകന് അവനെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ അവന് കൊടുത്തു. ഈ അനീതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പൻ അവനെ കോരിപ്പിടിച്ച് പറഞ്ഞ വർത്തമാനമാണത്. എന്താണ്? എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ, നിത്യത വരെ. എൻ്റെ ദൈവമേ നമ്മൾക്ക് കേൾക്കപ്പെടാത്ത ചില പ്രാർത്ഥനകളില്ലേ, അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിത്യതയാണ്. അപ്പോൾ നീ പറയണം, ഞാനങ്ങനെ പറയണ ആളാണ്, കർത്താവേ ഇതെൻ്റെ നിത്യതയ്ക്കായി കാഴ്ചവെക്കുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല സ്വത്തുണ്ട്. നിങ്ങൾ പറയണ സ്വത്തല്ലെന്നേ ഉള്ളൂ, എനിക്ക് നല്ല സ്വത്തുണ്ട്. എത്ര കാലമായി കർത്താവിൻ്റെ കൂടെ. ഇതുപോലെ എന്തും മതം ഞാൻ പറഞ്ഞ പകുതി മുക്കാലും കർത്താവ് എനിക്ക് തന്നിട്ടില്ല. ഞാൻ ചോദിച്ചതെല്ലാം കർത്താവിന് വേണ്ടി തന്നെയായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചോദിക്കാനാ? പക്ഷേ എന്നിട്ട് പോലും കർത്താവ് പല കാര്യങ്ങളും തന്നിട്ടില്ല. പക്ഷെ തരാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് കർത്താവിൻ്റെ സെർവൻ്റാകാൻ വേണ്ടി എന്നെ കണക്കാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സ്വത്തുകാരായി മാറണത്. അമ്മയോട് പറഞ്ഞ വാക്കെല്ലാം ദൈവം പാലിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം അത് പാലിച്ചില്ലെങ്കിൽ നീ കൂടുതൽ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. കൂടുതൽ ദൈവത്തെ സ്നേഹിച്ച് കൂടുതൽ ദൈവത്തിൻ്റെ വേലകൾ ചെയ്ത് കൂടുതൽ സുവിശേഷ സാക്ഷ്യമായിട്ട് നീ മുന്നേറുമ്പോൾ നീ ബ്രാൻഡഡ് ആവും. ആരാണ്? മകളായിട്ടും മകനായിട്ടല്ല, പിന്നെന്താണ്? ദാസനായിട്ടും ദാസിയായിട്ടും. അപ്പോഴും നമുക്കും പറയാം ഇത് കർത്താവിൻ്റെ ദാസൻ ദാസി. അതാണ് ഇത് ഉന്നതമായ സുവിശേഷ പദവി എന്ന് പറഞ്ഞ കൈയിടിച്ച് കർത്താവിനെ ശ്രുതികട്ടെ ഹല്ലേലൂയ ശ്രുതികട്ടെ ഹല്ലേലൂയ. ജീവന്റെ നാഥനല്ലോ നീ എന്റെ പ്രാണനല്ലോ, നിത്യജീവന്റെ നാഥനല്ലോ നിന്നിൽ ചിരവസിക്കാൻ എന്നെ നിന്റേതായി തീരുവാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രോഗസൗഖ്യത്തിന് സമയമാണ്. രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. വിട്ടുമാറാത്ത പ്രഷറുള്ളവർ നെഞ്ചത്ത് കൈവെക്കുക. കണ്ണിന് കാഴ്ചക്കുറവ്, ചെവിക്ക് കേൾവിക്കുറവ്, സ്പോണ്ടിലോസിസിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിറ്റ് രോഗങ്ങളുള്ളവരെല്ലാം കഴുത്തിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. ഉദരരോഗികൾ, കിഡ്നി കല്ലുള്ളവരെ നടുവിൽ കൈവെക്കുക. ഉദരരോഗികൾ പൊക്കിൻ്റെ അവിടെ കൈവെക്കുക. എന്ന് പറയുക, യേശു കർത്താവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ഏറ്റുപറയുന്നു. ദൈവം അവന് മരിച്ചു
മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തില് വിശ്വസിക്കുന്നു. കർത്താവേ, കർത്താവേ, റോമ 10:9 റോമാ 10:9 അടിയൻ പ്രാർത്ഥിക്കുന്നു. നീയാണ് കർത്താവ്, നീയാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. കർത്താവേ, 1 കൊരിന്ത്യസ് 15:26 അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സമസ്തവും എന്റെ രോഗങ്ങള്, കടങ്ങള്, പീഡകള്, വ്യഥകള്, വ്യാധികള്, ദൈവം സമസ്തവും അങ്ങയുടെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുമ്പോഴ്, നിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴ്, എന്റെ വിശ്വാസത്താൽ ഞാനും സമസ്തവും എന്റെ പാദത്തിന്റെ കീഴിലാക്കിക്കൊണ്ട് നിന്റെ നാഥനും രക്ഷകനും ഏറ്റുപറയുമ്പോഴ്, യേശുവിന്റെ നാമത്തിലെ, നിന്റെ നാമത്തിലെ മാരകവേദികളും തീരാവ്യഥകളും യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വിദ്യാഭ്യാസ മേഖലകളിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും അനുഭവിക്കുന്നവരെ, അമ്മേ, പരിശുദ്ധ അമ്മേ, മാതാവേ, ഈ നിമിഷം അവർക്കെല്ലാം മാധ്യസ്ഥം വഹിക്കണമേ. കടങ്ങള്, ജപ്തി നടപടികള്, പലതരത്തിലുള്ള വഴക്കുകള്, ഭിന്നതകള്, കേസുകള് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയില് യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉടമ്പടി എടുത്ത ആൾക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം വിഷമതകളെയും വേദനകളെയും കർത്തൃദിവസത്തിന് സമർപ്പിക്കേണ്ട സമയമാണിത്. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഓരോ തരം പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരീക്ഷ കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ ആവശ്യത്തിന് വേണ്ടി, കർത്താവ് സാമ്പത്തികമായ ഇത് ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരും, അതിന് വ്യത്യസ്തമായ ഡേറ്റുകൾ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും, ആ ഡേറ്റിനുള്ളിൽ നടന്നില്ലെങ്കിൽ അത് വലിയ വിഷയമായി മാറാൻ സാധ്യതയുള്ള എല്ലാവരെയും ഇപ്പോഴും അങ്ങേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവെ, അതേസമയം തന്നെ കർത്താവെ, എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ബന്ധങ്ങൾ, കേസുകൾ, വഴക്കുകൾ, ഭിന്നതകൾ, തെറ്റായ പ്രണയങ്ങൾ, അതിലെല്ലാം എല്ലാം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, അവൻ്റെ കണ്ണുനീരുകളെ കർത്താവ് അംഗീകരിപ്പിക്കുന്നു. വിവാഹിതരായവരിൽ തന്നെ ഉണ്ടാക്കുന്ന ഭിന്നതകൾ, അവർ തമ്മിൽ നിലനിൽക്കുന്ന കേസുകൾ, അതുമൂലം ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെ തകർച്ചകൾ, കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനങ്ങൾ, എൻ്റെ ഈശോയെ, വാശിയിലും വൈരാഗ്യത്തിലും മത്സരത്തിലും പെട്ടുപോയ ഒരു കർത്താവെ, അതിൻ്റെ വിജയത്തിന് വേണ്ടി കർത്താവെ അന്ധമൂകരായി കർത്താവെ പ്രവർത്തിക്കുന്നവർ കർത്താവെ, അതിന് വൈരാഗ്യം ഉച്ചരിപ്പിക്കാൻ വേണ്ടി, തങ്ങളുടെ ഭാഗം ശരിയാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടി കർത്താവെ എല്ലാ എനർജികളും ഉപയോഗിക്കുന്നവർ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭിന്നിച്ച കുടുംബങ്ങൾ, തകർന്നുപോയ കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ
കർത്താവ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോഴേ കർത്താവ് കുടമ്പഴി എടുത്തതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾ ലഭിച്ചവരും പ്രഗ്നൻ്റ് ആയവരെയും കർത്താവെ നിന്റെ തിരുമുറുതും വലതുകരം അവിടെ ഉദരങ്ങൾ സ്പർശിച്ച് കർത്താവെ പൂർണ്ണ കുഞ്ഞിനെ കർത്താവ് ആരോഗ്യത്തിൽ പ്രസവിക്കുന്ന അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവ്. അതുപോലെ തന്നെ കർത്താവ് മക്കളില്ലാത്തവർ വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഈ അൾത്താരിൽ അവിടെ രക്തത്തിൽപ്പെടുന്ന കുഞ്ഞുമായി അൾത്താരക്കറ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബം പോറ്റാൻ ജോലിയില്ലാത്തവർ മക്കളുടെ മുമ്പിൽ കർത്താവെ അഭിമാനത്തിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ കടത്തിലും സാമ്പത്തിക അവസ്ഥകളിലും പെട്ടുപോയ മാതാപിതാക്കന്മാരെ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ സങ്കടം അനുഭവിക്കുന്നവർ, കൊടിയ വേദന അനുഭവിക്കുന്ന അവരെല്ലാം കർത്താവ് ഇപ്പോഴും ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ചൊരിയട്ടെ. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സമാപന ആശീർവാദമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മൗനമായിട്ട് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.